പോലീസിൽ നിന്നോ CBI നിന്നോ മറ്റ് അന്വേഷണ ഏജൻസിയിൽ നിന്നോ എന്ന് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ എന്തായിരിക്കും ചെയ്യുക? സാധാരണക്കാരായ നമ്മളൊക്കെ ആദ്യം ഒന്ന് ആശങ്കപ്പെടും. അവരുടെ ID കാർഡുകൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായും ഭയം തോന്നാം. പിന്നീട് നമ്മൾ കള്ളപ്പണം വെളുപ്പിക്കലും മറ്റ് നിയമവിരുദ്ധ ഇടപാടുകളും നടത്തിയിട്ടുണ്ടെന്ന് അവർ ആരോപിക്കും. പിന്നാലെ ഡിജിറ്റൽ അറസ്റ്റ്. ഇങ്ങനെ പറയുമ്പോഴേ ഓർത്തോണം വിളിക്കുന്നവർ വൻ തട്ടിപ്പുകാരാണെന്ന്. എന്നാൽ ഈ നാട്ടിൽ നടക്കുന്ന സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് അറിയാത്ത മനുഷ്യർ ഇപ്പോഴും ഇവിടെയുണ്ട്. വയനാട് സ്വദേശിയായ IT ഉദ്യോഗസ്ഥനിൽ നിന്ന് വെർച്വൽ അറസ്റ്റിലൂടെ തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ്. കേസിൽ 1 വർഷത്തിന് ശേഷം തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ സൈബർ പോലീസിൻ്റെ പിടിയിലായി. രാജസ്ഥാൻ സ്വദേശി ശ്രീറാം ബിഷ്ണോയിയെ വയനാട് സൈബർ ക്രൈം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. വെർച്വൽ അറസ്റ്റ് ചെയ്തതായി ഭീഷണിപ്പെടുത്തിയാണ് ലക്ഷങ്ങൾ തട്ടിയത്. യുവാവിനെ തട്ടിപ്പുകാർ സ്കൈപ്പ് വഴി ബന്ധപ്പെട്ടു. തുടർന്ന് വിവിധ ബാങ്കുകളിൽ വ്യാജരേഖകൾ സമർപ്പിച്ച് വായ്പകൾ നേടിയതായി വിവരമുണ്ടെന്നും അതിന്റെ പേരിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ച് ഭീഷണിപ്പെടുത്തി. അറസ്റ്റ് ഒഴിവാക്കാനായി യുവാവിന്റെ അക്കൗണ്ടിലെ പണം അടുത്ത ബന്ധുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ പരാതിക്കാരൻ സൈബർ പോർട്ടൽ വഴി പരാതി രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് പടിഞ്ഞാറത്തറ പോലീസ് കേസെടുക്കുകയും ചെയ്തു. യുവാവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പ്രീ അപ്രൂവ്ഡായി ഉണ്ടായിരുന്ന വ്യക്തിഗത വായ്പാ തുക പ്രതികളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് തട്ടിപ്പുകാർ ചെയ്തത്. തട്ടിപ്പുകാരുടെ ലൊക്കേഷൻ രാജസ്ഥാനിലെ പാക് അതിർത്തി പ്രദേശങ്ങളായ നോക്ക, ബുലാസർബാര എന്നിവിടങ്ങളിലാണെന്ന് സൈബർ പോലീസ് സംഘം മനസ്സിലാക്കി. തുടർന്ന് ഈ കേസിലെ പ്രതികളിലൊരാളായ ശ്രീറാം ബിഷനോയ് എന്നയാളെ ബിക്കാനീറിൽ നിന്നും പണം കൈമാറാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങളടക്കം പിടികൂടുകയായിരുന്നു. ബിക്കാനീർ കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറന്റോടെയാണ് ഇയാളെ വയനാട്ടിലെത്തിച്ചത്. മാനന്തവാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വയനാട്.